എവിടെ തൊട്ടാലും പൊള്ളുന്ന അവസ്ഥയിലാണ് CPM. വിവാദങ്ങളുടെ പെരുമഴക്കാലത്ത് തന്നെയാണ് CPM മുങ്ങി നിൽക്കുന്നത്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും കൂട്ടയടിയും, ഘടകകക്ഷികൾക്കുള്ള അതിർത്തി, LDF പിളർപ്പിലേക്കോ എന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പലപ്പോഴും CPയും മറ്റ് ചെറു പാർട്ടികളുമൊക്കെ രംഗത്ത് വരുന്നത്. ഇതിനിടയിലാണ് ബ്രൂവറിയിൽ സംസ്ഥാന സർക്കാരിന് നേരെ വിമർശനങ്ങൾ ആളിക്കത്തുന്നു. PPE കിറ്റ് അഴിമതിയിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് CAG, സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത, സാമ്പത്തിക പരാജയം വിമർശനവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ രംഗത്ത് വരുന്നത്. കുടിവെള്ളം മറന്നാകരുത് വികസനമെന്ന് ബ്രൂവറിയിൽ സ്വരം മാറി CPI കൂടി രംഗത്തിറങ്ങിയതോടെ CPMന് ഇടിവെട്ട് പണി. പിണറായി വിജയനും സംഘത്തിനും കാട്ടുപോത്തിനേക്കാൾ വലിയ തൊലിക്കട്ടിയെന്നും മദ്യക്കമ്പനിക്ക് ടെൻഡർ വേണ്ടെന്ന വാദം മടിയിൽ കനമുള്ളത് കൊണ്ടെന്ന വിമർശനവുമായി K സുരേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, CPM ആരെയാണ് വെല്ലുവിളിക്കുന്നത്? കൂത്താട്ടുകുളത്ത് കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജാമ്യം ലഭിച്ച പ്രതികൾക്ക് പാർട്ടിയുടെ സ്വീകരണം. CPMന്റെ പോസ്റ്ററുകൾ മാറ്റിച്ച നഗരസഭാ സെക്രട്ടറിയെ മാറ്റുന്ന CPM. CAG റിപ്പോർട്ട് തള്ളി ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും. PPE കിറ്റിന് ഓർഡർ നൽകിയത് അടിയന്തര സാഹചര്യത്തിലെന്ന് ന്യായീകരണം. പണി ഇരന്നു വാങ്ങുക തന്നെയാണ് CPM. അഴിമതി നടത്താൻ വേണ്ടി പിണറായി വിജയൻ മദ്യമാഫിയയ്ക്ക് സംസ്ഥാനത്തെ ഒറ്റുകൊടുത്തുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മദ്യക്കമ്പനി തുടങ്ങാൻ ടെൻഡർ വിളിക്കേണ്ടതില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം മടിയിൽ കനമുള്ളതുകൊണ്ടാണ്. കഞ്ചിക്കോട് ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറി തുടങ്ങാൻ അനുമതി നൽകിയതിനെ നിയമസഭയിൽ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് പ്രതിഷേധാർഹമാണെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാടുകാരുടെ കുടിവെള്ളം മുടക്കിയിട്ട് വേണം മദ്യപ്പുഴ ഒഴുക്കാണെന്ന ജനങ്ങളുടെ ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും മന്ത്രി MB രാജേഷും പറയുന്നത് CPIക്ക് പോലും മനസ്സിലാകുന്നില്ല. നായനാരുടെ കാലം മുതൽ സംസ്ഥാന സർക്കാർ പിന്തുടരുന്ന മദ്യനയം മന്ത്രിസഭയിൽ പോലും ആലോചിക്കാതെ തിരുത്തിയത് എന്തിനാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ആരോഗ്യരംഗം ഇത്രയും മതപതിച്ച സമയം വേറെ ഉണ്ടായിട്ടില്ല. PPE കിറ്റ് അഴിമതിയെ ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിന്നപ്പോൾ അത് മുതലാക്കി തട്ടിപ്പ് നടത്തിയ പിണറായി വിജയനും സംഘത്തിനും കാട്ടുപോത്തിനേക്കാൾ വലിയ തൊലിക്കട്ടിയാണുള്ളത്. മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ അവശ്യ മരുന്നുകൾ കിട്ടാനില്ല. സർക്കാർ ആശുപത്രികളിൽ CPM ക്രിമിനലുകളെ അനധികൃതമായി തിരികെ കയറ്റി സംഘർഷ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ അട്ടിമറിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ജീവിക്കുന്നത് തന്നെ നരകതുല്യമായ അവസ്ഥയായിരിക്കുകയാണെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. വിദേശ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ കാര്യത്തിൽ സ്വരം മാറ്റി CPI. കുടിവെള്ളത്തെ മറന്നുകൊണ്ടാകരുത് വികസനമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാട് പരസ്യമാക്കി. ഇക്കാര്യം എക്സൈസ് മന്ത്രി MB രാജേഷിനെയും അറിയിച്ചു. കുടിവെള്ള പ്രശ്നമുണ്ടായാൽ അത് പ്രാദേശിക വിഷയം മാത്രമായി കണ്ട് അവഗണിക്കാനാകില്ലെന്ന നിലപാടിനാണ് CPI നേതാക്കൾക്കിടയിൽ മുൻതൂക്കം. ഒയാസിസ് കമ്പനിക്കെതിരെയുള്ള ആക്ഷേപവും ആ കമ്പനിക്ക് അനുമതി നൽകുന്ന സർക്കാർ നടപടിയിലെ ദുരൂഹതയും CPI ഗൗരവത്തോടെ കാണുകയാണ്. കോവിഡ് രൂക്ഷമായ സമയത്ത് PPE കിറ്റ് വാങ്ങിയതിൽ ആരോഗ്യവകുപ്പ് അഴിമതി നടത്തിയെന്ന CAG റിപ്പോർട്ട് തള്ളി മന്ത്രി വീണ ജോർജ്. PPE കിറ്റ് കൂടിയ വിലയ്ക്ക് വാങ്ങിയെന്ന റിപ്പോർട്ട് വീണ ജോർജ് തള്ളി. കോവിഡ് മഹാമാരിയുടെ 2 ഘട്ടത്തെയും അതിജീവിച്ച നാടാണ് കേരളമെന്നും അക്കാലത്തിനിടയിൽ ഇവിടെ ഒരു മൃതദേഹവും ഒഴുകി നടന്നിട്ടില്ലെന്നുമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മറുപടി. PPE കിറ്റ് അഴിമതിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സഭയിൽ പരാമർശിച്ചപ്പോഴായിരുന്നു വീണയുടെ വാക്കുകൾ. ആരോഗ്യമന്ത്രിയുടെ വാദങ്ങൾക്ക് പിന്നാലെ CAG റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയനും സഭയിൽ മറുപടിയുമായി എത്തി. വിഷയത്തിൽ അവ്യക്തത സൃഷ്ടിക്കുകയാണ് CAG ചെയ്തതെന്നാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ജാമ്യം ലഭിച്ച പ്രവർത്തകർക്ക് സബ് ജയിലിന് മുന്നിൽ CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കേസിലെ 6 മുതൽ 9 വരെ പ്രതികൾക്കാണ് ജാമ്യം ലഭിച്ചത്. മൂവാറ്റുപുഴ സബ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴാണ് ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ച് CPM പ്രവർത്തകർ ജയിലിന് മുന്നിൽ സ്വീകരണം ഒരുക്കിയത്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചും രക്തഹാരമണിയിച്ചും പ്രതികളെ സ്വീകരിച്ചു. തുടർന്ന് ആഹ്ലാദ പ്രകടനവും നടത്തി. CPM പാർട്ടി സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നതിനാൽ കലയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കില്ലെന്നാണ് സൂചന. പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സാഹചര്യത്തിൽ പോലീസും പെട്ടെന്ന് തുടർ നടപടികളിലേക്ക് കടന്നേക്കില്ല. കേസിന്റെ അന്വേഷണ ചുമതല ആലുവ ഡിവൈഎസ്പിയിൽ നിന്നും പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് കൈമാറി. കൂത്താട്ടുകുളം സ്റ്റേഷന്റെ ചുമതലയുള്ള പുത്തൻകുരിശ് ഡിവൈഎസ്പി ശബരിമല ഡ്യൂട്ടിയിലായിരുന്നതിനാലാണ് ആലുവ ഡിവൈഎസ്പിയെ അന്വേഷണം ഏൽപ്പിച്ചത്. കലാരാജുവിന്റെ കത്തിൽ വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉള്ളത്. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരണ സാമഗ്രികൾ മാറ്റിച്ച കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറിക്ക് സ്ഥലം മാറ്റം. സെക്രട്ടറി N മനോജിനെ കാസർഗോഡ് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറേറ്റിലേക്കാണ് മാറ്റിയത്. 1.5 വർഷം സെക്രട്ടറി ഇല്ലാതിരുന്ന നഗരസഭയിൽ 2023 നവംബറിലാണ് മനോജിനെ നിയമിച്ചത്. വാർഡ് വിഭജനത്തിൽ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെന്ന ആരോപണം സെക്രട്ടറിക്കെതിരെ ഭരണകക്ഷിയായ CPM നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിനിടെയാണ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം 10 പോസ്റ്ററുകൾ നീക്കിയത്.